ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും. അല്ലാഹു പ്രയോഗിച്ചോടത്തൊക്കെ അൻഫുസ്, നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ട് എന്നൊരാശയവും കൂടി ആ അർത്ഥതലങ്ങൾക്കുണ്ട്. കേവലം സന്തോഷ പ്രകടനങ്ങൾ നമ്മുടെ നാവിൻ തുമ്പിലൂടെയോ കാട്ടിക്കൂട്ടലുകളിലൂടെയോ ഒതുങ്ങേണ്ടതല്ല. അതേ സമയത്ത് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഉടലെടുക്കേണ്ട സ്നേഹത്തിന്റെ പേരാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് യുദ്ധത്തിൽ വാപ്പ നഷ്ടപ്പെട്ട ഒരു പ്രിയപ്പെട്ട ഒരു പെൺകുട്ടി, ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു പ്രിയപ്പെട്ട പെൺകുട്ടി, ആങ്ങളെ നഷ്ടപ്പെട്ട ഒരു പ്രിയപ്പെട്ട പെൺകുട്ടി, എല്ലാം ഒരു ദിവസം. പക്ഷെ അതൊന്നും തന്റെ മൈൻഡിലേക്ക് വരുന്നില്ല. മൈൻഡിലേക്ക് വരുന്ന ഒരേ ഒരു വികാരം, ഒരേ ഒരു വിചാരം, എന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? അവിടുത്തെ ഭൂമേനയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി. അതറിയുന്നത് വരെ എനിക്ക് വിശ്രമമില്ല. എന്റെ മൈൻഡിലേക്ക് വേറൊന്നും എനിക്ക് കേൾക്കണ്ട. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പല് പൊട്ടേണ്ട ഒരവസ്ഥ വന്നപ്പോൾ അത് കേവലം അറിഞ്ഞ പാടെ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഏതു പല്ലാണ് പൊട്ടിയത് എന്ന് പോലും അറിയാത്തതിന്റെ പേരിൽ മുഴുവൻ പല്ലും കുത്തിപ്പൊട്ടിച്ച ആശിഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ സ്വന്തം ശരീരത്തെക്കാൾ, സ്വന്തം ജീവനേക്കാൾ എല്ലാം മറന്നുകൊണ്ട് സ്നേഹിച്ചു ആ നേതാവിനെ ആവാഹിച്ചെടുത്തത് കൊണ്ടാണ് അവരൊക്കെ നാളെ പാരത്രിക ലോകത്ത് വലിയ രക്ഷപ്പെട്ട വിഭാഗത്തിലായി പോയത്. നമ്മുടെ ഹൃദയങ്ങളിൽ എവിടെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു സ്വലാത്തിന്റെ വാർഷികത്തിന്റെ വേദിയും കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാ, നമ്മുടെ ഉസ്താദ് ഇവിടെ ഓർമ്മപ്പെടുത്തി, എല്ലാ മാസവും ഇവിടെ സ്വലാത്തിന്റെ മജ്ലിസ് നടക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉള്ളറിഞ്ഞുകൊണ്ട് മുത്തുനബിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭാവന അല്ലെങ്കിൽ ഒരു സമ്മാനം എന്നത് അത് സ്വലാത്താണ്. സ്വലാത്താണ് എന്നത് നമ്മൾ ശരിക്ക് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നല്ലോണം അത് ഏറ്റെടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നാളെ പാരത്രിക ലോകത്ത് മഹ്ശറവൻസഭയിൽ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് അവിടെ വിചാരണ നടക്കുന്ന ഒരു രംഗമുണ്ട്. ആ രംഗത്ത് നമ്മുടെ സുഹൃതങ്ങളെല്ലാം മറ്റുള്ളവന് കൈമാറുന്ന ഒരു ദയനീയ അവസ്ഥയുണ്ട്. പക്ഷേ അവിടെ കൈമാറപ്പെടാത്ത ചില മുതലുകളിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുതലാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ നമ്മൾ ചൊല്ലിയ സ്വലാത്ത്. ആ സ്വലാത്ത് ഒരാൾക്കും കൈമാറ്റം ചെയ്യപ്പെടില്ല. ആ സ്വലാത്തിന്റെ സീല് പൊട്ടിക്കപ്പെടില്ല. ആ സ്വലാത്ത് അവന് മാത്രമുള്ളതാണ്. ഒന്നും അവന്റെ കയ്യിൽ മറ്റുള്ളവനെ അപരാധം പറഞ്ഞതിന്റെ പേരിൽ എടുത്തു കൊടുക്കാനില്ലെങ്കിലും സ്വലാത്തിൽ തൊട്ട് കളിക്കാൻ അള്ളാഹു അനുവദിക്കില്ല. അതെന്തുകൊണ്ടാ? അള്ളാഹുവിന്റെ ഹബീബിനെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം പരിഗണിക്കുകയും ആദരിക്കുകയും ചെയ്തതിന്റെ പേരിലാണെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ പരിശുദ്ധമായിരിക്കുന്ന സ്വലാത്ത് മാത്രമാണ്. കാരണം ആഖിറത്തിൽ എല്ലാവരും നമ്മളെ കൈവിടിയും, എല്ലാവരും നമ്മളെ വിട്ടിട്ട് പോകും. ആ രംഗത്ത് നമ്മളെ രക്ഷപ്പെടുത്താനും നമ്മളെ കൈപിടിക്കാനും നമുക്ക് ഹെൽപ്പ് ചെയ്യാനും നമുക്ക് സഹായിക്കാനും നമ്മുടെ കൂടെ പിന്നാലെ 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 സഞ്ചരിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളെ നമുക്ക് സ്നേഹിക്കണ്ടേ? ആ തങ്ങളെ നമ്മുടെ ഖൽബ് കൊണ്ട് ഏറ്റെടുക്കേണ്ട എന്റെ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഖൽബിൽ ആ ഈമാനികമായ ചിന്ത പടച്ചവൻ ഇട്ട് തരുമാറാവട്ടെ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ അനുഗ്രഹീതമായ കാരുണ്യത്തിന്റെ തണലിൽ അല്ലാഹു നമുക്കൊക്കെ വലിയ ദീർഘായുസ്സ് തരുമാറാവട്ടെ. അൽഹംദുലില്ലാ, ലോകത്ത് മുഴുവനും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിലുള്ള സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും പ്രകടനങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ നൂറ് അള്ളാഹു സൃഷ്ടിച്ചത് മുതൽ ഖലത്ത് മലായികത്തു സമാഇ ബിഅസ്രിഹിം വലിദൽ ഹബീബു വമിസ്ലുഹു ലാ യൂലദു. മലായിക്കത്തുകൾ പ്രകടനം നടത്തിയിട്ടുണ്ട്, മലായിക്കത്തുകൾ സന്തോഷിച്ചിട്ടുണ്ട്, മലായിക്കത്തുകൾ ആനന്ദം കൊണ്ടിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ ചരാചരങ്ങളും സന്തോഷിച്ച നിമിഷമാണ്. മദീന നിവാസികൾക്ക് മുഴുവനും
ലോകത്ത് സന്തോഷമുണ്ടായ ഒരു ദിവസത്തെക്കുറിച്ച് ചരിത്രകാരന്മാര് പറയുന്നുണ്ട്. അതേതാ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്കുള്ള ആഗമനം. മദീന നിവാസികൾക്ക് മുഴുവനും ദുഃഖം ഉരുണ്ടുകൂടിയ ഒരു നിമിഷമുണ്ടായിട്ടുണ്ട്. അതേതാ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്താണ്. ആ നിലയ്ക്ക് ഹൃദയം കൊണ്ട് സ്നേഹിക്കപ്പെടേണ്ട നേതൃത്വമാണ്, നേതാവാണ് നമ്മുടെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലും വിശാലമായി നമ്മൾ ചിന്തിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ കാരുണ്യം പറ്റാത്ത ലോകത്ത് ഒരാളും കഴിഞ്ഞു പോയിട്ടില്ല. സർവ്വ മനുഷ്യർക്കും സർവ്വ മതക്കാർക്കും അള്ളാഹുവിന്റെ ഹബീബ് നുബുവത്തിന് മുമ്പ് തന്നെ ജീവിച്ച ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തിൽ ഒട്ടനേകം മറ്റുള്ള വിശ്വാസികളായിരുന്നു. പക്ഷെ അവർക്കൊന്നും ആ 1 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഒരു കറുത്ത പുള്ളി പോലും മുത്തുനബിയിൽ കാണപ്പെട്ടിട്ടില്ല. എല്ലാവരും ഒരേ സ്വരത്തിൽ അൽ അമീൻ അൽ അമീൻ അൽ അമീൻ എന്ന സത്യസന്ധൻ എന്ന മധുരിക്കുന്ന വലിയ പേരാണ് മുത്തുനബിയെ വിളിച്ചിരുന്നത്. ആ നിലയ്ക്ക് എല്ലാവർക്കും കാരുണ്യം കിട്ടിയ നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഞാൻ സംസാരം നിർത്തുന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഈ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ. ഈ സദസ്സ് അല്ലാഹു കബൂലാക്കി തരുമാറാവട്ടെ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ സന്തോഷം രേഖപ്പെടുത്താൻ ഇങ്ങനെ ഒരു സൗകര്യം അൽഹംദുലില്ലാഹ് നമുക്ക് ഇവിടെ അനുഗ്രഹീതമായി കിട്ടിയല്ലോ. ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് ഉസ്താദ് ആ വിഷയം വളരെ ഗൗരവപരമായി വളരെ സന്തോഷപരമായി നമ്മളെ മുന്നിൽ വെച്ചു. അൽഹംദുലില്ലാഹ്. നമുക്കൊക്കെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമാണ്. ഒരു പക്ഷേ നാളെ ആഖിറത്തിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്നത് ഈ മജ്ലിസിൽ വന്ന് ഇരുത്തുന്ന ഈ ഇരുത്തമായിരിക്കും, ഈ സമയമായിരിക്കും. ആ നിലയ്ക്ക് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു കബൂലാക്കട്ടെ. ഇതിനു വേണ്ടി അലങ്കരിക്കാനും ഭക്ഷണം പാചകം ചെയ്യാനും അത് സപ്ലൈ ചെയ്യാനും ഏതെങ്കിലും നിലക്കൊരു ഖിദ്മത്ത് ഈ മജ്ലിസിനോട് ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ആരുടെയെങ്കിലും ഖൽബിൽ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുത്തുനബി അവനെ പരിഗണിക്കാതിരിക്കില്ല. അള്ളാഹു ആ ഉമ്മത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ GM മുസ്തഫാക്ക് അടക്കം ഇവിടെയുള്ള പല മാനേജർമാരും പല പ്രഗത്ഭരായ ആളുകളും എല്ലാവരും ഈ മഹത്തായ സദസ്സിനും ഇവിടെ നടക്കുന്ന എല്ലാ ആത്മീയ സദസ്സുകൾക്കൊക്കെ നമുക്ക് മുന്നിൽ നിന്ന് നേതൃത്വം നൽകുന്നു എന്നതാണ്. എല്ലാ മാസവും നടക്കുന്ന സ്വലാത്തിന്റെ മജ്ലിസിന് ആദരണീയരായ ഉസ്താദിന്റെ സാന്നിധ്യമുണ്ട്. അങ്ങനെ നമ്മുടെ ബർക്ക പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും ഹൃദയങ്ങളിൽ കയറിപ്പിടിച്ചൊരു നല്ല മജ്ലിസാണ് ഈ മജ്ലിസ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അള്ളാഹു ആ നിലക്ക് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാവട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമുക്ക് ദുആ